ശംശരിക്കട്ടെ. നമ്മളിന്ന് ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹിത എന്ന പരമ്പരയുടെ 67ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇത് 2ാമത്തെ വാല്യത്തിലെ 7ാമത്തെ ഭാഗവുമാണ്. ഇതിനുവേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തത് 51ഉം 52ഉം അധ്യായങ്ങളാണ്. 51ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് യൂദാ തദേവോസ്, ഈശോയുടെ സഹോദരനായ കസിനായ യൂദാസ് തദേവോസ് ഈശോയെ ആ കാനായിലെ വിവാഹത്തിന്, യോവന്നായുടെ വിവാഹത്തിന് വേണ്ടി ക്ഷണിക്കാൻ വരുന്നതും അതിൻ്റെ പശ്ചാത്തലമാണ് 51ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ അത് വലിയ പ്രധാനപ്പെട്ടതൊന്നല്ലെങ്കിൽ പോലും അവിടെ ഈശോയുമായിട്ടുള്ള ഈശോയുടെ ബന്ധുജനങ്ങളുടെ സമീപനത്തെക്കുറിച്ചും നസ്രത്തിലെ ജനങ്ങൾക്ക് ഈശോയോടുള്ള ആ സമീപനത്തെക്കുറിച്ചുമെല്ലാം നമുക്ക് അല്പം വിശദമായി ഗ്രഹിക്കാൻ പറ്റും. അതുകൊണ്ട് മാത്രമാണ് ഈ ഭാഗം തിരഞ്ഞെടുത്തത്. 52ാമത്തെ ഭാഗത്തിൽ നമുക്കെല്ലാം അറിയാവുന്ന കാനായിലെ വിവാഹത്തിൽ ഈശോയുടെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുന്ന ആ ഭാഗമാണ്. അവിടെയും ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും എല്ലാം മനോഭാവങ്ങളെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ ധ്യാനിക്കാൻ ശ്രമിക്കുന്നത്. ഈ 51ാമത്തെ ഭാഗത്തിൽ യൂദാ ഈശോയെ വിളിക്കാൻ വരുന്ന ഭാഗം. ഈശോ കഫർനാമിലാണ് ആദ്യം താമസിച്ചത്. ഒരു വ്യക്തിയുടെ അതിഥിയായി വളരെ ചുരുങ്ങിയ സാഹചര്യങ്ങളിൽ. യൂദാ അവിടെയാണ് അന്വേഷിച്ചു പോകുന്നത്. അപ്പോൾ ഈശോ ബെത്സൈദയിൽ പത്രോസിൻ്റെ വീട്ടിൽ ആ സന്ദേശം കൊടുക്കുവാൻ, പ്രസംഗിക്കുവാൻ വേണ്ടി പോയ, അത് കഴിഞ്ഞെല്ലാം കഴിഞ്ഞ് അത്താഴം കഴിഞ്ഞ് അവർ പൊതുകാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യൂദായും ആ വീടിൻ്റെ ഉടമസ്ഥനും കൂടി അങ്ങോട്ട് കടന്നു വരുന്നത്. അപ്പോൾ ഈശോ യൂദായെ ശിഷ്യന്മാർക്കും ശിഷ്യന്മാരെ യൂദായിക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ആ പരിചയപ്പെടുത്തൽ കഴിഞ്ഞിട്ട് ഈശോയോട് പത്രോസും മറ്റു സ്നേഹിതരും പറയുന്നുണ്ട്, നമ്മൾ നേരത്തെ തീരുമാനിച്ച ജെറുസലേമിലേക്കുള്ള യാത്ര നീ കാനായിലെ വിവാഹത്തിന് പോകുന്നത് കൊണ്ട് മാറ്റുമോ? അപ്പോൾ ഈശോ പറയുന്നുണ്ട്, അതിന് മാറ്റം വരുന്നില്ല. പക്ഷേ ഞാൻ കാനായിൽ പോകുന്നത് കൊണ്ട് നസ്രത്തിലെ പരിശുദ്ധ അമ്മയെ സന്ദർശിക്കാൻ പോകുന്നില്ല. കാരണം അമ്മയും ആ വിവാഹത്തിനുണ്ടാവും. അങ്ങനെ നമ്മുടെ യാത്രയ്ക്ക് ഒരു ചെറിയ മാറ്റം വരുത്തുന്നെങ്കിലും ആ ജെറുസലേമിലേക്കുള്ള യാത്ര തീർച്ചയായും ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് ഈശോ ആ പത്രോസിൻ്റെ ആഗ്രഹം, ആ ജെറുസലേമിൽ നടത്തുന്ന പ്രഭാഷണം ഞങ്ങൾക്ക് കേൾക്കണം. അപ്പോൾ യൂദാ വളരെ നെടുവീർപ്പിടുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നീ പ്രസംഗിക്കാൻ തുടങ്ങിയോ? അപ്പോൾ പത്രോസ് പറയുന്നു, അവൻ്റെ പ്രസംഗമൊന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. മറ്റാർക്കും അതുപോലെ ഹൃദയത്തെ സ്പർശിക്കുന്ന, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ആ ഒരു പ്രസംഗ ശൈലി, ആ മനോഭാവം, അത് മറ്റാർക്കും സാധ്യമല്ല. അപ്പോൾ വീണ്ടും യൂദാ നെടുവീർപ്പിടുകയാണ്. ഈശോ ചോദിക്കുന്നുണ്ട്, സഹോദര, നിനക്ക് എന്തു പറ്റി? നിന്റെ ഹൃദയത്തിൽ എന്തൊക്കെയോ ഭാരങ്ങളുണ്ട്, നീ എന്തൊക്കെയോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിന് തടസ്സങ്ങൾ, നീ തന്നെ നിയന്ത്രിക്കുന്നത് പോലുള്ള തടസ്സങ്ങൾ എന്താണ്? അപ്പോൾ യൂദാ ഹൃദയം തുറക്കുകയാണ്. യൂദാ പറയുകയാണ്, നിന്റെ അമ്മ പരിശുദ്ധ കന്യാമറിയം ഇപ്പോൾ അനാഥയാണ്. അവളെ സംരക്ഷിക്കേണ്ട, ജോലി ചെയ്ത് സംരക്ഷിക്കേണ്ട, പരിപാലിക്കേണ്ട ചുമതല നിൻ്റേത് മാത്രമാണ്. നീ അവളെ ഉപേക്ഷിച്ച് പോയത് ശരിയായ ഒരു നടപടിയല്ല. രണ്ടാമത്തെ കാര്യം, നീ മറ്റു റബ്ബിമാരെ പോലെയുള്ള ഒരു റബ്ബിയല്ല. നിൻ്റെ ആശയങ്ങൾ, നിൻ്റെ ചിന്തകൾ, നിൻ്റെ
മനോഭാവങ്ങളെല്ലാം വ്യത്യസ്തമാണ്. ഇന്ന് നിലവിലുള്ള റബ്ബിമാർ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരുടേതായിട്ടുള്ള ഒരു സമൂഹത്തെ അവർ കെട്ടിപ്പടക്കുകയാണ്. അവർ വിശുദ്ധരല്ല. പക്ഷെ നീ വിശുദ്ധിയുടെ മാർഗം മാത്രമാണ് തിരഞ്ഞെടുക്കുന്നത്. പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനുള്ള വ്യത്യസ്തമായ ഒരു റബ്ബി. പക്ഷേ അങ്ങനെയുള്ളവർക്ക്, വിശുദ്ധരായിട്ടുള്ളവർക്ക്, പുണ്യവാന്മാരായിട്ടുള്ളവർക്ക് ഈ ലോകത്തിൽ സ്ഥാനമില്ല. സ്നാപകയോഹന്നാൻ്റെ അനുഭവം നിനക്കറിയാവുന്നതാണ്. അതുകൊണ്ട് നീ അതെല്ലാം ഉപേക്ഷിക്കണം. ഇതാണ് യൂദാ ഈശോയോട് പറയുന്നത്. പക്ഷേ ഈശോ അവിടെ ചിന്താമുക്തനായി യൂദായോട് ചോദിക്കുന്നു, ഈ പറഞ്ഞതെല്ലാം നിന്റെ അഭിപ്രായമാണോ, അതോ മറ്റാരെങ്കിലും എന്നോട് പറയാൻ വേണ്ടി നിന്നെ ചുമതലപ്പെടുത്തിയതാണോ? യൂദാ ആദ്യം മിണ്ടുന്നില്ല. അപ്പോൾ ഈശോ പറയുകയാണ്, നിന്നെ സ്വർഗത്തിൻ്റെ സ്വരവും ഈ ലോകത്തിൻ്റെ സ്വരവും, ഈ ലോകമെന്ന് പറയുന്നെങ്കിൽ പോലും പാതാളത്തിൻ്റെ സ്വരമെന്നാണ് ഈശോ ഉദ്ദേശിക്കുന്നത്. രണ്ട് വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്ക് നിന്നെ പിടിച്ചു വലിക്കുകയാണ്. നീ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് കുഴയുകയാണ്. അതുകൊണ്ട് നീ തുറന്നു പറയുക, നിന്റെ മനോഭാവം എന്താണ്? അപ്പോൾ യൂദാ പറയുന്നു, തീർച്ചയായും എനിക്ക് നിന്നെ അറിയാം. നിന്റെ മനോഭാവം ഏറ്റവും പരിശുദ്ധമാണ്. ഞാൻ നിന്നോട് പറയുന്നതും അത് മറ്റുള്ളവർ എന്നോട് പറഞ്ഞത് അനുസരിച്ച് പറയുന്നതും നിന്റെ നന്മയ്ക്ക് വേണ്ടിയും പരിശുദ്ധ അമ്മയുടെ നന്മയ്ക്ക് വേണ്ടിയും നിന്റെ സമാധാനമുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയുമൊക്കെയാണ്. അപ്പോൾ ഈശോ അതിന് മറുപടി പറയുകയാണ്. അതിനു മുമ്പ് യൂദാ പറയുന്നുണ്ട്, എന്നെ ചുമതലപ്പെടുത്തിയത് എൻ്റെ അഭിപ്രായമല്ല, എൻ്റെ അപ്പൻ്റെയും, എൻ്റെ അപ്പൻ എന്ന് പറയുമ്പോൾ വിശുദ്ധ യൗസേപ്പിൻ്റെ സഹോദരൻ്റെ പുത്രനാണ് യൂദാ. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങൾ തന്നെയാണ്. എൻ്റെയും ജെയിംസിൻ്റെയും അഭിപ്രായമല്ല, എൻ്റെ അപ്പൻ്റെയും ജോസഫിൻ്റെയും ശിമയോൻ്റെയും അഭിപ്രായമാണിത്. അപ്പോൾ അതിന് ഈശോ ഉത്തരം പറയുകയാണ്, ഞാൻ വ്യത്യസ്തമായ റബ്ബി എന്ന് നീ പറഞ്ഞത് ശരി തന്നെയാണ്. ഞാനൊരു റബ്ബി പോലുമല്ല. ഞാൻ ദൈവത്തിൻ്റെ സ്വരം മനുഷ്യർക്ക് കൊടുക്കുവാൻ വേണ്ടി അതിനകത്ത് മാലിന്യമില്ലാതെ, കാപട്യമില്ലാതെ, സ്വാർത്ഥതയില്ലാതെ ലോകത്തിന് കൊടുക്കാൻ വേണ്ടി ചുമതലപ്പെട്ടവനാണ്. ഞാൻ ആ സ്വരത്തോട് പൂർണ്ണമായി സത്യസന്ധത, വിശ്വസ്തത അത് ഞാൻ കാത്തുരക്ഷിക്കണം. അതാണ് എൻ്റെ ദൗത്യം. എൻ്റെ ദൗത്യം ഈ ലോകത്തിൽ കുറച്ച് പേരുടെ കയ്യടി, കുറച്ച് പേരുടെ പ്രീതി, എന്തൊക്കെയോ എൻ്റെ സാമ്രാജ്യം സ്ഥാപിക്കുക, അതല്ല. എൻ്റെ ഉദ്ദേശം ആ ദൈവികത അത് മനുഷ്യരിലേക്ക് എത്തിക്കുക. അതാണ് എൻ്റെ ഉദ്ദേശം. അതുപോലെ തന്നെ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് മനുഷ്യനെ മോചിതരാക്കുക. ഇതൊക്കെയാണ് എൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് എൻ്റെ സാമ്രാജ്യം ഈ ലോകമല്ല. ആ സാമ്രാജ്യത്തിലേക്ക്, നിത്യതയിലേക്ക് കൊണ്ടുപോകുന്ന ആ ദൈവത്തിൻ്റെ ഇഷ്ടം. അപ്പോൾ എൻ്റെ പഠിപ്പീരും അതിനോട് ചേർന്ന് പോകുന്നതാവും. അത് ആൾക്കാരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ഒരു പ്രഹസനമായിരിക്കുകയില്ല. അപ്പം അതിന് നിനക്കും അറിയാം. കാരണം നീ ഞാനും സഹോദരങ്ങൾ മാത്രമല്ല, സുഹൃത്തുക്കളും ഒന്നിച്ച് ജീവിച്ച് മുമ്പോട്ട് വന്നവരുമാണ്. അപ്പോൾ എൻ്റെ മനോഭാവങ്ങൾ നിനക്ക് തീർച്ചയായും അറിയാം. അപ്പോൾ യൂദാ രണ്ടാമത് ചോദിക്കുകയാണ്, അമ്മയെക്കുറിച്ചുള്ള നിൻ്റെ. അപ്പോൾ അതിനും ഈശോ ഉത്തരം കൊടുക്കുന്നുണ്ട്. അമ്മയ്ക്കറിയാം, അമ്മ എന്നെ പ്രസവിച്ചപ്പോൾ തന്നെ ദൈവത്തിൻ്റെ പുത്രനാണെന്നും അവൻ്റെ നീതിയും ന്യായവും എല്ലാം ഈ ലോകത്തിൻ്റെ അല്ല, ദൈവത്തിൻ്റെ ആണെന്നും അറിയാം. അവൾക്ക് ഞാനുമായിട്ടുള്ള ബന്ധം ദൈവം കൽപ്പിക്കുന്ന ബന്ധം. ആ ദൈവത്തിൽ കൂടി ആ ബന്ധങ്ങൾ മറ്റൊരു തലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതൊക്കെയാണ് ഈശോ
മേരിയെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് അവൾക്ക് ആകുലതയില്ല. ഞാൻ 12-ാമത്തെ വയസ്സിൽ ആ ദേവാലയത്തിൽ സമർപ്പിച്ചപ്പോൾ അന്ന് പറഞ്ഞ ഞാൻ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാകണ്ടേ എന്ന് പറഞ്ഞതെല്ലാം അവൾക്ക്, അതുപോലെ ശമയോൻ എന്നെ ശിശുവായിരുന്നപ്പോൾ എടുത്തിട്ട് നിന്റെ ഹൃദയത്തിൽ കൂടി ഒരു വാള് കടന്നു പോകും, ഇതെല്ലാം അവൾക്ക് കൂടുതൽ കൂടുതൽ തിരിച്ചറിവുകളായിരുന്നു. അവൾക്കറിയാമായിരുന്നു ഞാൻ നഷ്ടപ്പെടും. കാരണം പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മകൻ, അതിലുപരിയായി ദൈവത്തിൻ്റെ പുത്രൻ, ദൈവത്തിൻ്റെ ആ നിയോഗങ്ങളെല്ലാം പൂർത്തീകരിക്കുവാൻ ഈ ലോകത്തിൽ അതിനുവേണ്ടി അയക്കപ്പെട്ടവൻ. ആ ദൗത്യമാണ് എൻ്റെ പ്രധാനപ്പെട്ടത്. അമ്മയുമായിട്ടുള്ള ആ ധാർമ്മിക ദൗത്യം ഒരുപക്ഷെ വളരെ നിസ്സാരം തന്നെയാണ്. പരിശുദ്ധ അമ്മയ്ക്കും ഇതറിയാം. കാരണം അവളും അവിടെ കുഞ്ഞുനാളിൽ തന്നെ ആ ദേവാലയത്തിൽ സമർപ്പിച്ചപ്പോൾ അവൾ പറയുന്നുണ്ട്, അവിടെ പ്രാർത്ഥനയിൽ കൂടി അവിടെ മാതാപിതാക്കളെ പോലും ആ ദൈവത്തിൻ്റെ അഗ്നിവലയത്തിൽ കൂടിയാണ് അവൾ കാണുന്നത്. അതുകൊണ്ട് ആ ബന്ധങ്ങൾ നശിക്കുകയല്ല, കൂടുതൽ ദൃഢമാവുകയാണ്. പക്ഷെ ദൈവികമായിട്ടുള്ള ഒരു പ്രകാശം അതിന് വരികയാണ്. അതുതന്നെയാണ് അമ്മയെക്കുറിച്ചും എനിക്കുള്ളത്. ഈ ലോകത്തിൽ എന്നെ പുറമോട്ട് വലിക്കുവാൻ ഉത്തരവാദിത്വമാണ് അമ്മയെ നോക്കണ, അത് പറയാനുള്ള അധികാരം അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ. അമ്മ പക്ഷേ അത് ഉപയോഗിക്കുന്നില്ല. അത് ഉപയോഗിക്കാൻ അവൾക്ക് പറ്റില്ല. കാരണം അവൾക്ക് ആ നിത്യതയുടെ സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പൂർണ്ണമായ ഗ്രാഹ്യമില്ലാത്തത് കൊണ്ട് ഞാനുമായി ബന്ധപ്പെടുന്നത് പോലും നിങ്ങൾ ഭയപ്പെടും. കാരണം ആ മരണത്തെക്കുറിച്ചുള്ള ഭയമില്ലാതെ ഇവനുമായി ഒന്നിച്ച് കൂടാൻ പറ്റിയത്, ആ ഭയം നിങ്ങളിലുണ്ടാവും. പക്ഷേ പരിശുദ്ധ കന്യാമറിയത്തിന് ആ ഭയം ഒരിക്കലും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഉദ്ധരിച്ച ഞാൻ അവൾക്ക് കൂടുതൽ ശക്തമായി ആ തുണ നൽകുന്നതാകും. അങ്ങനെ ഈശോ തൻ്റെ ദൗത്യം, ആ ദൗത്യത്തിൻ്റെ ചുരുള് അഴിക്കുകയാണ്. അപ്പോൾ യൂദാ പറയുന്നു, നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനും ഇവരെ പോലെ നിൻ്റെ ശിഷ്യരാകാം. അങ്ങനെ ഈശോ തൻ്റെ ഹൃദയം തുറന്നു കൊടുത്തപ്പോൾ യൂദായ്ക്കും മറ്റുള്ളവർക്കും അവനെക്കുറിച്ച്, ഈശോയെക്കുറിച്ചുള്ള, ഈശോയുടെ ദൗത്യത്തെക്കുറിച്ചുള്ള, ഈശോയുടെ ത്യാഗത്തെക്കുറിച്ച്, വ്യക്തിബന്ധങ്ങൾ പോലും ത്യജിക്കുന്ന അതിനെക്കുറിച്ചുള്ള ആ ഒരു മനോഭാവം കൂടുതൽ കൂടുതൽ ആഴത്തിൽ മനസ്സിലാകുകയാണ്. ഇതൊക്കെയാണ് ഈ ബന്ധങ്ങളെക്കുറിച്ച്. അതുപോലെ തന്നെ നസ്രത്തിലെ ആൾക്കാരും ഈശോയുമായിട്ട്, കാരണം അവർക്കറിയില്ല ഇവൻ ദൈവപുത്രനാണെന്ന്. സാമാന്യ നീതി അനുസരിച്ച് അമ്മയെ, അല്ലെങ്കിൽ റബ്ബിമാരുടെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട്, ഇതൊന്നും അവർക്ക് ദഹിക്കുന്നതല്ല. അപ്പം ഇതൊക്കെയാണ് ഈശോയെക്കുറിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള അറിവുകൾ. അപ്പോൾ ഇതും നമ്മുടെ ഹൃദയത്തിലും കൂടുതൽ ആഴപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.